ഓം ശ്രീ ഗണേശാ ശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽ നാരായണിയും ദശകം 62. ഗോവർദ്ധന പൂജ. ഓരോ ദിനം ഗോപാലന്മാർ ഓരോ യാഗം നടത്താനായി ഒരുങ്ങുന്നതു കണ്ടിട്ടു ഓമനക്കണ്ണൻ ഒരുങ്ങിനാനിന്ദ്രഗർഭം നശിപ്പിക്കാനതിനായി ഓരിയേവം അച്ഛനോടു എന്തിനിയാഗം. ഭൂമിയിൽ മാമഴയാണോ സർവസമ്പത്തിനും ഹേതു, ഭൂമിയിൽ മഴയേകുന്നു ദേവേന്ദ്രരാജൻ. ഇതിനായി ഗോപജനം വർഷം തോറും നടത്തുന്നു ഇന്ദ്രൻ തൻ്റെ പ്രീതിക്കായി യാഗകർമ്മങ്ങൾ. അച്ഛൻ തൻ്റെ വാക്കു കേട്ടു അച്യുതനോ ചിരിച്ചല്ലോ, അതീവ ചാരുതയോടെ മെല്ലെ പറഞ്ഞു, കർമ്മപുണ്യമാണു മഴ, ഇന്ദ്രദാനമല്ല അച്ഛാ. കാനനത്തിൽ ഇന്ദ്രയാഗം നടക്കാറുണ്ടോ? നമ്മുടെ വംശസമ്പത്തു ഗോക്കളെന്ന കാര്യം ശരി, പശുക്കൾക്കു വേണ്ടതെല്ലാം നൽകുന്നു ഗിരി. ഗോവർദ്ധനഗിരിക്കാണ് പൂജ നമ്മൾ ചെയ്യേണ്ടതും. ഗോപാലകനാകും കണ്ണൻ മൊഴിഞ്ഞുമെല്ലേ. അവിടുത്തെ അഭിപ്രായം അറിഞ്ഞോരോ ഇടയന്മാർ ആദരപുരസരം നൽ പൂജകൾ ചെയ്തു. ബലി നൽകി ഗിരിക്കായി ഗിരിപ്രദക്ഷിണം ചെയ്തു. ബലി സ്വീകരിച്ചു കൃഷ്ണൻ ഗിരിദേവനായി. കൃഷ്ണനേവം ചൊല്ലി നിങ്ങൾ കണ്ടുവല്ലോ ഗിരിരാജൻ തൃപ്തനായി ബലി സ്വീകരിച്ച രംഗങ്ങൾ. ദേവരാജൻ കോപിച്ചാലും ഗോവർദ്ധനം സംരക്ഷിക്കും. ഗോകുലവാസികൾക്കെല്ലാം സന്തോഷമായി. തനിക്കുള്ള യാഗാദികൾ മുടങ്ങിയ വാർത്ത കേട്ടു അഹങ്കാരിയായ ഇന്ദ്രൻ കോപിച്ചുവല്ലോ. ഭഗവാൻ നൽകിയതാകും ഇന്ദ്രപദമെങ്കിൽ പോലും രജോ ഗുണാധിക്യം മൂലം സർവം മറന്നു. മാനുഷനായി പിറന്നോരാ വിഷ്ണുവിൻ്റെ അനാദരം അമരരം ഞങ്ങൾ ഇനി സഹിക്കയില്ല. തെമ്മാടിയം ഗോപാലന്റെ സർവസ്വവും നശിപ്പിക്കും. ഗർവം കൊണ്ടു ഭഗവാനെ മറന്നു ഇന്ദ്രൻ. ഐശ്വര്യത്താൽ മത്തനായി ഐരാവത പുറമേറി വംഗപ്രഭുവായി ഇന്ദ്രൻ പുറപ്പെട്ടല്ലോ. ഗോകുലത്തെ നശിപ്പിക്കാൻ മേഘങ്ങളെ നിയോഗിച്ചു. ഗോകുലത്തെ നശിപ്പിക്കാൻ മേഘങ്ങളെ നിയോഗിച്ചു. ഗോകുലേശ നിന്റെ മായ അത്ഭുതം തന്നെ. ദേവേന്ദ്രൻ കായർത്തുവെങ്കിൽ പേടിക്കേണ്ട കൂട്ടുകാരെ, ഗോവർദ്ധനഗിരിരാജൻ രക്ഷ ചെയ്തിടും. ഇടയരോടേവം ചൊല്ലി ഇന്ദ്രൻ വരുന്നതും കാത്തു ഇരിക്കുന്ന മുരാന്തക രക്ഷയകേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.